നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഒരിക്കൽ ഗ്രഹണ നമസ്കാരത്തിന് ഇമാമായിരുന്നു. സൂര്യഗ്രഹണ നമസ്കാരം. ആ സൂര്യഗ്രഹണ നമസ്കാരത്തിന് ഇമാമായി നിൽക്കുന്ന സന്ദർഭത്തിൽ അല്ലാഹുവിന്റെ റസൂല് മിഹ്റാബിൽ നിൽക്കുമ്പോൾ പെട്ടെന്ന് എന്തോ സാധനം എടുക്കാൻ വേണ്ടി മുന്നോട്ട് പോകുന്നത് പോലെ പ്രവാചകൻ മുന്നോട്ട് നടന്നു. കുറച്ചു കഴിഞ്ഞപ്പോൾ പേടിച്ചുകൊണ്ട് പിന്മാറുന്നത് പോലെ പിറകോട്ട് മാറി. സഹാബത്തിനൊന്നും മനസ്സിലായില്ല. നിസ്കാരമെല്ലാം കഴിഞ്ഞതിന്റെ ശേഷം സ്വഹാബത്ത് ചോദിച്ചു, നബിയെ, തങ്ങൾ എന്താണ് നിസ്കാരത്തിൽ മുന്നോട്ട് നടക്കുന്നത് ഞാൻ കണ്ടു, ബേക്കോട്ട് നടക്കുന്നതും ഞാൻ കണ്ടല്ലോ, എന്ത് പറ്റി നബിയെ നിസ്കാരത്തിൽ? അള്ളാന്റെ റസൂല് പറയുന്നു, ഇമാം ബുഖാരി റഹ്മത്തുള്ളാഹി അലൈഹി റിപ്പോർട്ട് ചെയ്യുന്ന ഹദീസാണ്. സ്വഹാബത്തെ, ഞാൻ നിങ്ങൾക്ക് ഇമാമായി മിഹ്റാബിൽ നിൽക്കുമ്പോൾ അള്ളാഹു സ്വർഗം എന്റെ മുമ്പിൽ പ്രദർശിപ്പിച്ചു. ഞാൻ ശരിക്ക് സ്വർഗം ഇങ്ങനെ കണ്ടു. ഇന്നത് പറഞ്ഞാൽ പ്രയാസമല്ല. ഇനി നമ്മൾ ലൈവായിട്ട് കാണുന്നുണ്ടല്ലോ, അമേരിക്കയിലും റഷ്യയിലും ഫ്രാൻസിലും നടക്കുന്നത്, എവിടെ നടക്കുന്ന കളിയും നമ്മളെ ബെഡ്റൂമിൽ നമുക്ക് കാണാം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ മുമ്പിൽ സ്വർഗം ഇങ്ങനെ കാണിച്ചു കൊടുത്തു. സ്വർഗം കണ്ടപ്പോൾ, അതിൽ തൂങ്ങിക്കിടക്കുന്ന ഒരു മുന്തിരിക്കുല കണ്ടപ്പോൾ അതെന്റെ തൊട്ടു മുമ്പിലായി എനിക്ക് തോന്നി. ആ മുന്തിരിക്കുല കണ്ടപ്പോൾ എനിക്ക് ആശയുണ്ടായി. അത് പറിച്ചെടുക്കാനും നിങ്ങൾക്കൊക്കെ വിതരണം ചെയ്യാനും ഞാൻ ആഗ്രഹിച്ചു. അങ്ങനെ ആ മുന്തിരിക്കുല പറിച്ചെടുക്കാൻ വേണ്ടി ഞാൻ മുമ്പോട്ട് നടന്നതാണ് സഹാബത്തെ. ശഫീഉനാ റസൂലുള്ളാഹി മുന്തിരിക്കുല പറിക്കാൻ വേണ്ടി പോയതാണ്. അതെങ്ങാൻ എന്റെ കയ്യിൽ കിട്ടിയിരുന്നെങ്കിൽ ഖിയാമത്ത് നാൾ വരെ അത് മതിയാവും. എത്ര എടുത്താലും തീരൂലല്ലോ. പക്ഷെ കിട്ടിയില്ല, പോയി, അകന്നുപോയി. പിന്നെ നബി തങ്ങളോട് ചോദിച്ചു, എന്തിനാ നബിയെ ബേക്കോട്ടടിച്ചത്? പെട്ടെന്ന് തങ്ങൾ പിറകോട്ട് മാറിയല്ലോ. ഉടനെ അള്ളാന്റെ റസൂല് പറഞ്ഞു, ഞാൻ പിറകോട്ട് മാറിയത് സ്വർഗം കാണിച്ചെന്ന്, അതേ സ്ഥലത്തുള്ള നരകവും കാണിച്ചു വന്നു. ഭയാനകമായ നരകം എന്റെ മുമ്പിൽ പ്രദർശിപ്പിക്കപ്പെട്ടു. ആ നരകത്തിന്റെ ഭയാനകത കണ്ടപ്പോൾ, നരകത്തിൽ കത്തിക്കരിയുന്ന ഇബ്ലീസുൽ ലഈൻ ഒരു തീക്കൊള്ളിയെടുത്ത് എന്റെ നേരെ ചൂണ്ടിയപ്പോൾ ഞാൻ പിറകോട്ട് മാറിയതാണ് സഹാബത്തെ. ശഫീഉനാ റസൂലുള്ളാഹി. ഹദീസ് സുദീർഘമാണ്. എന്റെ വിഷയത്തിന്റെ ഭാഗം മാത്രം പറയുകയാണ്. സഹാബത്ത് ചോദിച്ചു, നരകത്തിൽ ആരാണ് നബിയെ കൂടുതൽ? ഉടനെ പ്രവാചകർ പറഞ്ഞു, വറഅയ്തു അക്സറ അഹ്ലിഹൻ നിസാ. നരകത്തിൽ ഏറ്റവും കൂടുതൽ ഞാൻ കണ്ടത് സ്ത്രീകളാകുന്നു. സഹീഹുൽ ബുഖാരിയിലെ ഹദീസാണത്. നരകത്തിൽ ഏറ്റവും കൂടുതൽ സ്ത്രീകളാണ്. ഇത് കേട്ടപ്പോ പുരുഷന്മാരുടെ മനസ്സ് തേങ്ങി. അവർ ചോദിച്ചു, നബിയെ, എന്തുകൊണ്ടാണ് സ്ത്രീകൾ ഇങ്ങനെ നരകത്തിൽ വരാൻ കാരണം? ബികുഫ്രിഹിന്ന, നന്ദി കെട്ട സ്വഭാവമുള്ളത് കൊണ്ടാണ്, കുഫ്ർ കൊണ്ടാണ്. ബികുഫ്രിഹിന്ന എന്ന് പറഞ്ഞപ്പോൾ അവർ ചോദിച്ചു, യക്ഫുർന ബില്ലാഹ്, അള്ളാഹിനോട് നന്ദി കെട്ട സ്വഭാവം കാണിച്ചത് കൊണ്ടാണോ, അള്ളാഹുവിനോട് കുഫ്ർ കാണിച്ചത് കൊണ്ടാണോ നരകത്തിൽ വന്നത്? ഉടനെ പ്രവാചകർ പറഞ്ഞു, അല്ല, വലാക്കി യക്ഫുർനൽ അശീർ, ഭർത്താക്കന്മാരോട് നന്ദിയില്ലാത്തത് കൊണ്ടാണ്. ഭർത്താക്കന്മാരോട് വളരെ നന്ദിയില്ലാതെ പെരുമാറും. എത്ര നിഅമത്ത് ചെയ്തു കൊടുത്ത ഭർത്താവാണെങ്കിലും, എത്ര സ്നേഹിക്കുന്ന ഭർത്താവാണെങ്കിലും അതെല്ലാം തള്ളിപ്പറയുന്ന സ്വഭാവം, നിസാരമായി കാണുന്ന സ്വഭാവം, ആ സ്വഭാവക്കാരിയായ പെണ്ണുങ്ങളാണ് നരകത്തിൽ കൂടുതലെന്ന് നബിയുനാ റസൂലുള്ളാഹി. നിസ്കാരത്തിന്റെ കുറവല്ല, നോമ്പിന്റെ കുറവല്ല, ഖുർആൻ പാരായണത്തിന്റെയോ സദഖയുടെയോ കുറവല്ല, ഭർത്താക്കന്മാരോട് നന്ദിയില്ലാത്തൊരൊറ്റ കാരണമാണ് ഏറ്റവും കൂടുതൽ നരകത്തിൽ വന്നതെന്ന് നബിയുനാ റസൂലുള്ളാഹി. ആലോചിച്ചു, അല്ലാഹു നമ്മളെ കാത്തുരക്ഷിക്കട്ടെ. പടച്ചോൻ നമ്മളെ സഹോദരിമാരെ കാത്തുരക്ഷിക്കട്ടെ. ഭർത്താവിനോട് നന്ദിയില്ലാതെ പെരുമാറിയത് കൊണ്ടാണ് നരകത്തിൽ കൂടുതൽ പെണ്ണുങ്ങൾ വന്നത്. ബുഖാരി ഇമാം റിപ്പോർട്ട് ചെയ്യുന്ന ഹദീസാണ്. ആലോചിക്കേണ്ടതല്ലത്. അപ്പൊ അതുകൊണ്ട് ഒന്നാമത്തെ ഗുണം അനുസരണമാണ് ഒരു പെണ്ണിനുണ്ടാവേണ്ടത്. അതില്ലെങ്കിൽ പിന്നെ മറ്റു ഗുണങ്ങളൊന്നും എണ്ണി പറയണ്ട. നിസ്കരിക്കുന്നോ, നോമ്പ് വെൽക്കുന്നോ, ഹജ്ജിന് പോയിരുന്നോ ഒന്നും പറയേണ്ട ആവശ്യം. ഇതുണ്ടോ? സ്വർഗത്തിൽ കടക്കണമെങ്കിൽ അത് ആവശ്യമാണ്. ഹിയ ജന്നത്തുകി ഹിയ നാറുകി, നിന്റെ ഭർത്താവ് നിന്റെ സ്വർഗമാണ്, നിന്റെ ഭർത്താവ് നിന്റെ നരകമാണ്. ഭർത്താവുമായുള്ള ബന്ധം നന്നായാൽ അക്കാരണം കൊണ്ട് സ്വർഗം, ഭർത്താവുമായുള്ള ബന്ധം മോശമായാൽ അക്കാരണം കൊണ്ട് നരകം. ഭർത്താവ് നിന്റെ സ്വർഗം, ഭർത്താവ് നിന്റെ നരകം. ആ ഹദീസ് ആലോചിച്ചു. രണ്ടാമതായി ഒരു സ്ത്രീക്കുണ്ടാവേണ്ട ഗുണം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോട് ഒരു സഹാബി ചോദിച്ചു, അയ്യു നിസായി ഖൈറു യാ റസൂലല്ലാഹ്, ഏതൊരു പെണ്ണാണ് നബിയെ ഖൈറായ പെണ്ണ്? പെണ്ണുങ്ങളെ കൂട്ടത്തിൽ നല്ല പെണ്ണ് ഏതാണ്? നല്ല ഭാര്യ ഏതാണ്? നല്ല ഭാര്യയാണ് നമ്മുടെ വിഷയം. ഇവിടെ ചോദിക്കുന്നു റസൂലുള്ളാഹിനോട്, അയ്യു നിസായി ഖൈറു യാ റസൂലല്ലാഹ്, അല്ലാഹുവിന്റെ റസൂലേ, ഏതൊരു പെണ്ണാണ്, ഏതൊരു ഭാര്യയാണ് ഖൈറായ ഭാര്യ, നല്ല ഭാര്യ ആരാണ്? നമ്മുടെ വിഷയത്തിന് മറുപടി അല്ലാഹുവിന്റെ റസൂൽ പറയാണ്. പ്രവാചകനോട് ഇതേ ചോദ്യം ചോദിച്ചു, നല്ല ഭാര്യ ആരാണ്?
അല്ലാഹുവിന്റെ റസൂല് പറഞ്ഞു കൊടുക്കുന്ന മറുപടി എന്താണ്? തസുറുഹു ഇദാ നളർ തസുറുഹു ഇദാ നളർ വതുതിഉഹു ഇദാ അമർ വലാ തുഖാലിഫുഹു ഫീ നഫ്സിഹാ വമാലിഹാ ബിമാ യക്റഹ്. 3 കാര്യങ്ങൾ പ്രവാചകൻ പറഞ്ഞു കൊടുത്തു. നല്ല ഭാര്യയുടെ ലക്ഷണം. ആരാണ് നല്ല ഭാര്യ? തസുറുഹു ഇദാ നളർ, അവളെ മുഖത്തേക്ക് നോക്കുമ്പോൾ അവൾ നിന്നെ സന്തോഷിപ്പിക്കും. പുറത്തിറങ്ങിപ്പോകുന്ന ഭർത്താവ് എത്ര ക്ലേശങ്ങളുണ്ടെങ്കിലും, എത്ര ബുദ്ധിമുട്ടുണ്ടെങ്കിലും, എത്ര ടെൻഷൻ ഉണ്ടെങ്കിലും സ്വന്തം വീട്ടിലേക്ക് കയറി വന്ന് തന്റെ പ്രിയപ്പെട്ട സഹധർമ്മിണിയുടെ മുഖത്തേക്ക് നോക്കിയാൽ, തന്റെ പ്രിയപ്പെട്ട ഭാര്യയുടെ മുഖത്തേക്ക് നോക്കിയാൽ, ആ ഭാര്യയുടെ മുഖം കാണലോടുകൂടി അവന്റെ വിഷമങ്ങളെല്ലാം തീർന്നുപോയി, അവന്റെ മനസ്സ് സന്തോഷിച്ചു പോയി. അങ്ങനെ ഭർത്താവ് മുഖത്തേക്ക് നോക്കിയാൽ ഭർത്താവിന്റെ വിഷമങ്ങൾ നീക്കിക്കളയുന്ന നല്ല സന്തോഷവതിയായ മുഖത്തോടുകൂടെ ഭർത്താവിനെ കാണുന്നവളാണ് ഏറ്റവും നല്ല പെണ്ണെന്ന് നബിയുനാ റസൂലുള്ളാഹി. തസുറുഹു ഇദാ നളർ, അവളെ മുഖത്തേക്ക് നോക്കുമ്പോൾ അവന് സന്തോഷമുണ്ടാകുന്നു. എന്ത് വിഷമുണ്ടെങ്കിലും വീട്ടിൽ വന്ന് ഭാര്യയുമായുള്ള ബന്ധം